ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേർക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ നല്ലൊരു അടിപൊളി ഹെയർ ഡേ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കിതിലേക്ക് ഒരു 1.5 സ്പൂൺ അളവിൽ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ഭൃംഗരാജ് പൗഡറാണ് കേട്ടോ. അതായത് നമ്മുടെ കയ്യൊന്നിയുടെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് 1 സ്പൂൺ അളവിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ കരിഞ്ജീരകം വറുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 4 പനിക്കൂർക്കയുടെ ഇല ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു 4 ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചേർക്കുന്നതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് നീലമരിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഒരു തണ്ടോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മളിത് അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ആ തണ്ടോട് കൂടി അരച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതുകൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നീലമരിയുടെ ഇല കൂടി ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കറ്റാർവാഴ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അധികം വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ. ഒരുപാട് ഇത് ലൂസായി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് അടിച്ചെടുത്ത് നോക്കുക. പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു 2-3 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത് വെച്ചേക്കുന്ന ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ളത് മാത്രം കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയി വരും കേട്ടോ.
അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നീലമരിയുടെ പൊടിയൊക്കെ അലർജി ഉള്ളവർക്ക് ഇതുപോലെ നീലമരി നമുക്ക് ഫ്രഷായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അരച്ച് അതിൻ്റെ നീര് ഇതുപോലെ എടുത്താൽ നല്ല കളർ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ അലർജിയുടെ പ്രോബ്ലം ഒക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടും. പിന്നെ നമുക്കിത് ഈ ഇരുമ്പ് ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആക്കി വെക്കാം കേട്ടോ. ആ ഇരുമ്പിൻ്റെ ഒരു സത്തൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടും. അപ്പോൾ ഞാൻ ഇതിവിടെ ഇരുമ്പ് ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ സന്ധ്യയ്ക്കാണ് ഇത് തയ്യാറാക്കി വെക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം രാവിലെ എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്തിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിയൊക്കെ നല്ലപോലെ വളരാനും നന്നായിട്ട് കറുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പൊടികളൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കുറച്ച് ഡ്രൈ ആവും. അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കാനായിട്ടാണ് നമ്മളിതിൽ കറ്റാർ വാഴയും ചെമ്പരത്തി പൂവൊക്കെ ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇനി നമുക്കിത് ഓവർനൈറ്റ് വെച്ചിരുന്നതിന് ശേഷം രാവിലെ എടുക്കാം കേട്ടോ. അപ്പോഴിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴും പറയാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ബ്ലാക്ക് കളറിലായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡിഗോയുടെ പൗഡർ യൂസ് ചെയ്യുമ്പം അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഒരുപാട് പേർക്ക് ഇൻഡിഗോയുടെ പൗഡർ അലർജി ഉള്ളവർക്ക് ഇതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഇല നമ്മുടെ ഡൈയിൽ ചേർക്കുമ്പോൾ അലർജിയുടെ പ്രോബ്ലം ഇല്ലയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിൽ മൈലേജിയുടെ ഇല, നെല്ലിക്ക, നമ്മുടെ കയ്യോന്നി ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് അത് ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. നെല്ലിക്കയൊക്കെ നമുക്ക് വലിയ നെല്ലിക്കയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. അതുപോലെ ചെറിയ നെല്ലിക്കയാണെങ്കിൽ 2 നെല്ലിക്കയൊക്കെ എടുത്തിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കയ്യോന്നിയുടെ പൗഡറൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കയ്യോന്നി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതും ചേർക്കാം കേട്ടോ. അരച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ പനിക്കൂർക്കൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തലനീരിറക്കം പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ്. ഒരുപാട് പേർക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് നിങ്ങൾ കുളിക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചേക്കുക തലയിൽ. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ മുടി നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആയി വരും. നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത് മുടിയിലൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്ന ആ ഒരു സമയത്ത് നമ്മളിത് നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. ഷാമ്പുവോ താളിയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളിതൊരു 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. തുടക്കത്തിലൊക്കെ ചിലപ്പോൾ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു റിസൾട്ട്, ആ ഒരു കളർ കൂടുതൽ നാൾ നിൽക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 ആഴ്ച കൂടുമ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നീട് നിങ്ങൾക്ക് മാസത്തിൽ 1 തവണയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നരയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഹെയർ പാക്കായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രായമൊന്നുമില്ല. ഏത് പ്രായത്തിലാണ് നര വരിക എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടൈമിൽ ഇതുപോലുള്ള നല്ല നല്ല ഹെയർ പാക്കുകൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. മുടിയും വളരും, നമ്മുടെ നരയൊക്കെ ഒരു പരിധി വരെ വരുന്നത് തടയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഹെയർ ഡൈ ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തന്നെ കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്